بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا صدق الله مولانا العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഏറെ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, സാദാത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമീങ്ങൾ, സഹോദരി സഹോദരന്മാർ, സത്യാന്വേഷികൾ, ഇസ്ലാം സമഗ്രം കാലികം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. പലരും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരങ്ങൾ പഠിക്കുവാനുമൊക്കെയായി വന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആമുഖത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഒരു വിഷയം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, സംവാദം നടക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻട്രോ നൽകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ വിഷയത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇസ്ലാം സമഗ്രം എന്നാണ്, മറ്റൊന്ന് ഇസ്ലാം കാലികം എന്നാണ്. സമഗ്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇസ്ലാം സമഗ്രമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇസ്ലാം അഡ്രസ് ചെയ്യാത്ത, ഇസ്ലാം ഇടപെടാത്ത, ഇസ്ലാം സംസാരിക്കാത്ത, ചർച്ച ചെയ്യാത്ത, തീർപ്പുകൾ പറയാത്ത ഒരു വിഷയവും ലോകത്തില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവിഷയകമായി എന്താകുന്നു ഇസ്ലാമിൻ്റെ ഒരു നിലപാട്. ഒരു നിലപാട് ഇസ്ലാം എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളെയും അത് ഉൾക്കൊണ്ടിട്ടുമുണ്ട്. മനുഷ്യന്റെ വൈയക്തികമായ വിഷയങ്ങൾ, അവൻ്റെ ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, ഉറക്കമാവട്ടെ, വിസർജനമാവട്ടെ, വിവാഹമാവട്ടെ, ലൈംഗികതയാവട്ടെ, കുളിയാവട്ടെ, വൃത്തിയാവട്ടെ, കുടുംബമാവട്ടെ, വീടാവട്ടെ, അങ്ങാടിയാവട്ടെ, മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, ബന്ധുക്കളാവട്ടെ, അയൽവാസികളാവട്ടെ, അവൻ്റെ യാത്രയാവട്ടെ, പഠനമാവട്ടെ, പ്രബന്ധമാവട്ടെ, എന്തൊക്കെ മനുഷ്യ ജീവിതത്തിലെ വൈയക്തികമായി ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ, അവൻ ഇടപെടുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ, അത് അങ്ങാടിയാവട്ടെ, അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആവട്ടെ, അല്ലെങ്കിൽ അവൻ്റെ മണിയറയാവട്ടെ, ഇങ്ങനെയുള്ള എന്തൊക്കെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളുണ്ടോ, സ്ഥലങ്ങളുണ്ടോ, വൈയക്തിക ജീവിതത്തിൻ്റെ വിഷയങ്ങളുണ്ടോ, എല്ലാം ഇസ്ലാം ചർച്ച ചെയ്യുന്നു. അതിനെക്കുറിച്ചെല്ലാം ഇസ്ലാമിന് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. സാമൂഹിക വിഷയങ്ങളിലേക്ക് വരുമ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക വ്യവഹാരങ്ങൾ, ക്രിമിനോളജി, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാമൂഹ്യ തിന്മകളായ ലഹരി, വർഗീയത, ഏഷണി, പരദൂഷണം, ഭീകരത, വർഗീയത, തീവ്രവാദം, വംശീയത എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങൾ എല്ലാം ഇസ്ലാം ഉൾക്കൊള്ളുന്നു. അതേക്കുറിച്ചെല്ലാം ഇസ്ലാം കാഴ്ചപ്പാടുകൾ പറയുകയും തിന്മകളെ മുഴുവനായി
പിഴുതെറിയാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതില്ലാതാക്കാൻ ആവശ്യമായ കൽപ്പനകൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം മനുഷ്യന്റെ ആത്മീയ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അനുഷ്ഠാന കാര്യങ്ങൾ, അതുപോലെ വിശ്വാസ കാര്യങ്ങൾ, പ്രാർത്ഥന, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് മനസ്സിന് നിർവൃതി ലഭിക്കുക, ആത്മീയ മജ്ലിസുകൾ, അതോടൊപ്പം ഒരു ഗുരു അവന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവന് മാർഗനിർദ്ദേശം ലഭിക്കുവാനും, ഇങ്ങനെയുള്ള എന്തൊക്കെ ആത്മീയമായ അന്നങ്ങൾ മനുഷ്യന് ആവശ്യമുണ്ടോ അതെല്ലാം ഇസ്ലാം നൽകുന്നു. ശാസ്ത്രത്തെക്കുറിച്ച് അത് മൗനിയാകുന്നില്ല. ശാസ്ത്രത്തിനോട് എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച്, ശാസ്ത്രം പറയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, ശാസ്ത്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, ഇങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാം ഇസ്ലാം ടച്ച് ചെയ്യുന്നു എന്നതാണ്. ഇസ്ലാം സമഗ്രമാണ് എന്നതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു അമുസ്ലിമായ വ്യക്തി ചോദിക്കുകയുണ്ടായി, അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ. അതൊരു ചോദ്യമായിരുന്നു. നിങ്ങളുടെ നബി എന്തോ ഒരു നബിയാണ്, എങ്ങനെയാണ് വിസർജിക്കേണ്ടത് എന്നത് പോലും നിങ്ങളുടെ നബി പഠിപ്പിച്ചു തരുന്നുണ്ടല്ലേ. അതൊരു സെറ്റേറായിരുന്നു, ഒരു പരിഹാസ ചോദ്യമായിരുന്നു. പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് ആ ചോദ്യത്തെ സൽമാൻ അൽ ഫാരിസ് സ്വീകരിച്ചത്. അവിടുന്ന് പറഞ്ഞു, അജൽ, അതെ, എങ്ങനെയാണ് വിസർജനം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് മുത്തനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് നഹാനാ അൻ നസ്തഖ്ബിലൽ ഖിബ്ല ലിഗായിത്തിൻ ഔ ബൗൽ. മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിടരുതെന്ന് മുത്തനബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലത് കൈ കൊണ്ട് ഔ അൻ നസ്തൻജിയ ബിൽ യമീൻ, വലത് കൈ കൊണ്ട് ശൗചം ചെയ്യരുതെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഔ അൻ നസ്തൻജിയ ബി അഖല്ല മിൻ സലാസത്തി അഹ്ജാർ, 3 കല്ലുകളെക്കാൾ കുറഞ്ഞത് ഉപയോഗിച്ചുകൊണ്ട് ശൗചം ചെയ്യരുത് എന്നും, തുടങ്ങിയ വസ്തുക്കൾ, എല്ലുകൾ, അതുപോലെ തന്നെ മറ്റു ജീവികളുടെ മാലിന്യങ്ങൾ, ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ശൗചം ചെയ്യരുതെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് വിസർജനം എന്നത് മനുഷ്യന്റെ സഹജമായ ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ ചില മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പള്ളിയിൽ മാത്രമുള്ള മതമല്ല ഇത്, ഇതിന് അങ്ങാടിയിലേക്ക് വരാനുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിലൂടെ കറങ്ങി നടന്നു. ഒരു ഭക്ഷ്യകൂമ്പാരം ഇങ്ങനെ കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കൈയിട്ടു. നോക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം നനഞ്ഞിരിക്കുന്നു, നനഞ്ഞു കുതിർന്നിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇതെന്താ? പുറം ഭാഗത്ത് നോക്കുമ്പോൾ ഒക്കെ ഉണങ്ങി നല്ല സൂപ്പറായിരിക്കുന്നു, ഉള്ളിലേക്ക് നോക്കുമ്പോൾ നനഞ്ഞതാണല്ലോ. അദ്ദേഹം പറഞ്ഞു, മഴ പെയ്ത് നനഞ്ഞതാണ്. പക്ഷെ ഇത് വാങ്ങുന്ന ആളുകൾ ഇതറിയില്ലല്ലോ. ഇതത് പുറത്തേക്ക് നിനക്ക് ഇതിന്റെ ഇത് നനഞ്ഞതും ഉണങ്ങിയതൊക്കെ ഉണ്ട് ഇതിൽ, അല്ലെങ്കിൽ ഭൂരിഭാഗവും നനഞ്ഞതാണെന്ന് അറിയിക്കുവാൻ ഒന്ന് നിനക്ക് പുറത്തേക്കാക്കിക്കൂടെ? വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങാടിയിലേക്ക് ഇസ്ലാം വരുന്നു. ഒരാൾ തന്റെ ഇണയെ കാണുമ്പോൾ ആദ്യമായി എന്തു ചൊല്ലണം? അവളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇസ്ലാം അവിടെ ഇടപെടുന്നു. ലൈംഗിക വീഴ്ച നടത്തുമ്പോൾ പോലും എന്ത് അവൻ ചൊല്ലേണ്ടതുണ്ട്, അവൻ എന്ത് ലക്ഷ്യം വെക്കേണ്ടതുണ്ട്, അവിടെ കൃത്യമായ പാഠങ്ങൾ
ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം എല്ലാം ഇസ്ലാം പറയുന്നു. ഇസ്ലാം ബാത്റൂമിലേക്ക് എത്തുന്നു. ഇസ്ലാം ഒരു രാഷ്ട്രങ്ങൾ, രണ്ട് രാഷ്ട്രങ്ങൾ, പല രാഷ്ട്രങ്ങൾ കൂടിയുള്ള ഉച്ചകോടി നടക്കുമ്പോൾ അവിടെയും ഇസ്ലാം എത്തുന്നു. ഇസ്ലാം നേരത്തെ പറഞ്ഞതുപോലെ വിശക്കുന്ന പട്ടിയുടെ അടുക്കലേക്ക് വരുന്നു. ഇസ്ലാം അവശരായ മനുഷ്യരുടെ അടുക്കലേക്ക് ചൊല്ലുന്നു. മുസ്ലിമും അമുസ്ലിമും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഇസ്ലാം അവിടെ ഇടപെട്ടുന്നു. അവിടെ ഇസ്ലാം മുസ്ലിമിന്റെ പക്ഷം ചേരുകയല്ല ചെയ്യുന്നത്, മറിച്ച് ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി പോരടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ഖാലു, സഹാബത്ത് ചോദിച്ചു, വൽ അസബിയ്യത്തു യാ റസൂലല്ലാഹ്, അങ്ങെന്ന് പറയുന്ന അസബിയ്യത്ത് എന്താകുന്നു? അവിടുന്ന് പറഞ്ഞു, അൻ തുഈന അഖാക അലൽ ദുൽം ഖൗമക അലൽ ദുൽം, നിന്റെ സമൂഹം, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്തു, നീ ആ തെറ്റിന് കൂട്ടുനിൽക്കുന്നു, അതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ. അപ്പൊ മുസ്ലിമും അമുസ്ലിമും എന്ന പ്രശ്നത്തിൽ ഇസ്ലാമിന് മുസ്ലിമിന്റെ പക്ഷത്ത് നിൽക്കുക എന്ന ഒരു അജണ്ടയില്ല, മറിച്ച് നീതിയുടെ പക്ഷത്താണ് അവൻ നിൽക്കേണ്ടത്. ആരുടെ ഭാഗത്താണ് നീതി എന്നാണ് അവൻ നോക്കേണ്ടത്. പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു. ഇസ്ലാമിനോട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ കൊല്ലുന്നതിന്റെ വിധി എന്താണ്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, വിശുദ്ധ ഖുർആൻ. ആരെങ്കിലും ഒരു നിരപരാധിയായ ആത്മാവിനെ കൊന്നുകളഞ്ഞാൽ അവൻ ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും കൊന്നതിന് സമാനമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞത്. നിരപരാധികളായ ആളുകളെ കൊല്ലുന്നതിന് ഇസ്ലാം ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. ഇങ്ങനെ ഏതേത് വിഷയങ്ങളുണ്ടോ ഇസ്ലാം അവിടെ അന്വേഷണങ്ങൾ, ഇപ്പോ ഗവേഷണങ്ങളുടെ കാലമാണ്, വായനയുടെ കാലമാണ്. ഇസ്ലാമിന് അതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഇസ്ലാം നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും മാത്രം പറയുന്ന മതമാണോ? നെവർ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന തന്നെ വായിക്കുക എന്നാണ്. ഇസ്ലാം ശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞ ഉപകരണം അത് പേനയാണ്. ഇസ്ലാം ആദ്യമായി പ്രോത്സാഹനം നൽകിയ കാര്യം അത് ഗവേഷണമാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പൊ ഇങ്ങനെ ഗവേഷണത്തെ കുറിച്ച്, പേനയെ കുറിച്ച്, അന്വേഷണങ്ങളെ കുറിച്ച് പറയുന്ന ഇസ്ലാം വിജ്ഞാനത്തിന്റെ വ്യത്യസ്തമായ ഇനിയും കീഴടക്കാത്ത ചക്രവാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യാത്രകൾ തുടരണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം അപ്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്ലാം തന്നെ എന്നും കാലികമാണ്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. ഇസ്ലാം സമഗ്രമാണ്. വിവാഹത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്, ലൈംഗിക അരാജകത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്, ലഹരിയെ കുറിച്ച് അത് പറയുന്നുണ്ട്. ലഹരി വാങ്ങുന്നവൻ, അത് വിൽക്കുന്നവൻ, അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവൻ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം ശപിക്കപ്പെട്ടതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്മകൾ നിരോധിക്കുക മാത്രമായിരുന്നില്ല, തിന്മകളിലേക്കുള്ള വഴികൾ കൂടി അടക്കുന്ന വലിയ ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ ചൂഴ്ന്നു നിൽക്കുന്നൊരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യങ്ങളോ മറ്റോ വരുമ്പോൾ കൂടുതൽ ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഴിമാറുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.